ഹിമാലയത്തിലേക്കൊരു യാത്ര ഏതൊരു സഞ്ചാരിയും അദ്ദേഹത്തിന്റെ സ്വപ്നമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഈ നമ്മുടെ ഹിമാലയൻ ട്രിപ്പും ജമ്മു കാശ്മീരും ഒക്കെ. അപ്പോൾ അത്തരത്തിലൊരു യാത്രയിലാണെന്നുള്ളത് UAE നിന്ന് അറബ് രാജ്യങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള അവധിയിൽ നമ്മുടെ നാട് കാണാൻ, പ്രത്യേകിച്ച് കാശ്മീരും ഇന്ത്യയും ഒക്കെ ഒന്ന് കണ്ടറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ തോന്നുന്നു. അപ്പോൾ ഉഷാറല്ലേ? എന്താ ഒരു ഇതില്ലാത്ത. അപ്പോൾ എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വലിയ എത്ര ലോങ് ആണുള്ള ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇതേ യാത്ര ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു യാത്രയും ഈ ഒരു യാത്ര എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നു? കാരണം അത് ഫാമിലിയുടെ കൂടെയുള്ള യാത്രയായിരുന്നു, അപ്പൊ ഇത് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. അപ്പൊ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ വന്നവരെല്ലാവരെയൊക്കെ നേരത്തെ അറിയുന്നവരാണോ അതോ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണോ? ഒരു 2-3 ആൾക്കാരിന് മാത്രമേ ഓൾറെഡി അറിയണം. അവരുടെ കൂടെ വന്നത്, പക്ഷെ പെട്ടെന്ന് വേറെ ആരിനും അറിയില്ലായിരുന്നു. അപ്പൊ കണ്ടപ്പോ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങള് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ജമ്മു കാശ്മീർ കാണണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലഡാക്കിൽ പോകണം, ഹിമാചൽ പ്രദേശിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള കാരണം എന്താ? കുറെ കേട്ടിരുന്നു ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ. ഇങ്ങനെ ഇപ്പം എല്ലാരും പോകുന്ന സ്ഥലമാണ്, പിന്നെ നല്ല രസമാണ് അവിടെ കാണാൻ. അതുകൊണ്ടൊക്കെ എന്താ പ്ലാൻ? എന്താ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചെന്നിട്ട് ഇവിടെ കുറെ പ്ലാനുകളൊക്കെ ഉണ്ട്. പുറത്ത് പറയില്ലാതാണോ? പുറത്ത് ഇത് നമ്മൾ ചെയ്ത് കാണിച്ചുതരാം. എന്തൊക്കെയോ പണി ഒരുക്കി വെച്ചിട്ടുണ്ട്. റീലൊക്കെ ചെയ്യാൻ പ്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറ. എന്നിട്ട് റീൽ എടുക്കണം, എന്നിട്ട് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാറത്. അപ്പോ ഈ കൂടുതൽ പാട്ട് പാടുന്ന ആരാളെ? നമുക്കൊരു പാട്ടുണ്ട്. ये इश्क हाय बैठ बिठाए जन्नत दिखाए हाँ ओ रामा ये इश्क हाय बैठ बिठाए जन्नत दिखाए हाँ. പെൺകുട്ടികൾ മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. അതെ, ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ. അപ്പോ ഈ കയ്യടി ഈ യാത്ര തീരുന്നവരുണ്ടാവും. ഉണ്ടാവണം. അവിടെ റീല് അതുപോലെ തന്നെ എക്സ്പ്ലോറിങ് അതൊക്കെയാണ് പ്ലാൻ. നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എൻജോയ് ചെയ്യുക, എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് കാഴ്ചകൾ കാണുക, സ്ഥലങ്ങൾ കാണുക, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഒരു പാട്ട് കൂടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പാട്ടുകാരന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പാട്ടുകാരാ, ഒരു പാട്ട് പാടിക്കേ. We've been chasing our demons down an empty road, been watching a castle turning into dust, escaping our shadow just to end up here once more. അപ്പോ വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ടാണ് നമ്മുടെ കൂട്ടുകാർ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഈ യാത്രയുടെ എല്ലാമായ നെടുന്തൂണായ ഹാമിദ് മാഷിന്റെ അടുത്തേക്കാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സുന്ദരനായിട്ടുണ്ട്. മാഷെ, എന്താണ് നമ്മുടെ യാത്ര? ഈ യാത്ര ശരിക്കും ഇന്ത്യയെ കണ്ടെത്താനുള്ളൊരു യാത്രയാണ്. ശരി, ഇന്ത്യയുടെ ഈ ഒരു ട്രെയിൻ യാത്ര തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഏറെക്കുറെ എല്ലാ സ്റ്റേറ്റ്സിലൂടെയും കവർ ചെയ്ത് പോകുമല്ലോ, ഡൽഹിയിൽ വരെ ഇന്ന്. ഈ സമയത്ത് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് നന്നായി കണ്ടു. ഇപ്പം മണാലിയിലാണ് സാധാരണ ഒരു കുട്ടികളുടെ ടൂർ പോകുന്നത്. നമ്മളിപ്പം മണികറിലേക്കും കസോളിലേക്കും അതിന് മേലെയുള്ള ഗ്രാമങ്ങളിലേക്കും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്ന ഗ്രാമങ്ങളിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും കുട്ടികളെ സംബന്ധിച്ച്, കേരളത്തിലെ കുട്ടികളെ. അതുപോലെ ട്രക്കിംഗ് ധാരാളമായിട്ട് ഇതിലുണ്ട്. 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രക്കിങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹിമാലയത്തിലെ സിവാലിക്കും ലെസർ ഹിമാലയ എന്ന് പറയുന്ന താഴ്ഭാഗം തൊട്ടിട്ട് ഡൂൺസുള്ള ഏരിയകൾ തൊട്ട് നമ്മൾ അങ്ങ് ലേ വരെ പോകും. ലേയിൽ ചെന്ന് പിന്നെ ഏറ്റവും സുന്ദരമായ നുബ്ര വാലിയിലേക്കൊക്കെ പോകുന്നുണ്ട്. നുബ്രയൊക്കെ കാണണം കുട്ടികൾ എപ്പോഴെങ്കിലും. ഈ സംഘത്തിന്റെ മാധ്യമ പ്രകൃതിയായിട്ട് ദിവ്യാ ദിവാകരൻ കൂടി ചേരുന്നുണ്ട്. ദിവ്യാ ദിവാകര, എന്താ പറയാനുള്ളത്? ഇനി ഇതുവരെ കണ്ടതല്ല, ഇനി കാണാൻ പോകുന്നതാണ് പൂരം എന്ന് പറയേണ്ടി വരും. ഈ 2 ദിവസം ട്രെയിൻ യാത്രയായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ജിയോഗ്രഫി ക്ലാസ്സിലും ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ടോ, അതൊക്കെ നേരിട്ട് കണ്ടു. അതിലും ഒപ്പുറം ഈ 2 ദിവസത്തെ ട്രെയിൻ യാത്രയിൽ ഹമീദ് സാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി യാത്ര തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിനി എവിടെയൊക്കെ പോകാനിരിക്കുന്നു, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ വിശേഷങ്ങൾ തീരുന്നില്ല. ബാക്കി ടീം ഇവിടെ ഉണ്ട്. കുറച്ച് പേര് ഇവിടെ പല പരിപാടി, ഗെയിം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, അങ്ങനെ പല പരിപാടിയൊക്കെ ആയിട്ട് തിരക്കിലാണ്. വല്ല കണ്ടോടാ യാത്രയില്? കുറെ സ്ഥലങ്ങൾ കണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, അതൊക്കെ പോയപ്പോ വഴിയിൽ ഇങ്ങനെ കണ്ടിരുന്നു. എല്ലാരും സെറ്റായോ? ഫുള്ള് വൈബ് തന്നെ. നല്ല വൈബ്. നല്ല എന്താ പറയാ, ചങ്ങന്മാരാണ്, നല്ല ചളകളൊക്കെ ഉണ്ട്. അപ്പോ നമുക്കൊരു പാട്ടായാലോ? അവിടെ 2 ടീം 2 പാട്ട് നമുക്ക് പാടുന്നത്. നിങ്ങൾ പാടിയില്ലേ മോശ.
അപ്പോ ഫുൾ കളറാണ്. ജമ്മു കാശ്മീരുണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്. ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും യാത്ര അടിപൊളിയായിരിക്കും. വരും ദിവസങ്ങളിൽ കൃത്യമായ അപ്ഡേറ്റ് മീഡിയ വണിലൂടെ തന്നെ നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമലിനൊപ്പം ഗോപാൽ ശീലാസനൽ.